രാജ്യത്ത് യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന വിപുലമായ നിയമന പദ്ധതികളുടെ ഭാഗമായി സംഘടിപ്പിച്ച 19ാമത് റോസ്ഗാർ മേളയ്ക്ക് വൻ പ്രാധാന്യം ലഭിച്ചു. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന പങ്കെടുത്ത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്ത ചടങ്ങ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ സൃഷ്ടി പ്രവർത്തനങ്ങളുടെ പ്രതീകമായിരുന്നു. രാജ്യത്തെ സർക്കാർ വകുപ്പുകളിൽ ഒഴിവുകൾ വേഗത്തിൽ നികത്തുകയും നിയമന നടപടികൾ കൂടുതൽ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2022 ആരംഭിച്ച റോസ്ഗാർ മേള പദ്ധതി വലിയ രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. 2023 ഒക്ടോബർ 22 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പുതിയ ഘട്ടത്തിന് ശേഷം നിയമന നടപടികൾ കൂടുതൽ വേഗത്തിലായതായും സമയബന്ധിതമായ നിയമന രീതി സർക്കാർ സംവിധാനങ്ങളിൽ ശക്തമായി നടപ്പിലാക്കിയതായും അദ്ദേഹം പറഞ്ഞു. യോഗ്യതയും കഴിവും അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉറപ്പാക്കുന്നതെന്നും യുവജനങ്ങളിൽ സർക്കാർ ജോലികളിലേക്കുള്ള വിശ്വാസം വർദ്ധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന്റെ ഈ മാതൃക രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, അസം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ഉത്തരാഖണ്ഡ്, ഹരിയാന, മധ്യപ്രദേശ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്വന്തം തലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിച്ച് വലിയ തോതിൽ നിയമനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഏകദേശം 5.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് വിലയിരുത്തുന്നത്. ഇതുവരെ നടന്ന 18 റോസ്ഗാർ മേളകളിലായി രാജ്യത്തുടനീളം ഏകദേശം 12 ലക്ഷം നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തതും പദ്ധതിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. 19ാമത് റോസ്ഗാർ മേള രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി ഒരേ സമയം സംഘടിപ്പിക്കപ്പെട്ടു. റെയിൽവേ, ആഭ്യന്തരകാര്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ധനകാര്യ സേവനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ നിരവധി നിർണായക മേഖലകളിലേക്കാണ് പുതുതായി നിയമനങ്ങൾ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതിലൂടെ ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ചടങ്ങിൽ ഉദ്യോഗാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സമീപകാല വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചയെപ്പറ്റിയുള്ള ആഗോള കാഴ്ചപ്പാടുകളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. അടുത്തിടെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച അനുഭവം പങ്കുവച്ച അദ്ദേഹം ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇന്ത്യയുടെ യുവജനശേഷിയെയും സാങ്കേതിക പുരോഗതിയെയും അതീവ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങളിലും പങ്കാളികളാകാൻ ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അതിലൂടെ ഇന്ത്യൻ യുവാക്കൾക്ക് ആഗോളതലത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ശുദ്ധ ഊർജ്ജം, ഹരിത ഹൈഡ്രജൻ, നിർണായക ധാതുക്കൾ, സുസ്ഥിര ഉൽപാദനം എന്നീ ഭാവി സാധ്യതകളുള്ള മേഖലകളിൽ ഇന്ത്യ വൻ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വീഡൻ, നോർവേ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഹരിത ഊർജ്ജ സഹകരണങ്ങൾ പുതിയ വ്യവസായങ്ങളും അതോടൊപ്പം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ ഈ പങ്കാളിത്തങ്ങൾ സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതേസമയം UAEയും നോർവേയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സഹകരണം ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ മേഖലയ്ക്കും തുറമുഖാടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ ഉത്തേജനമാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിലൂടെ നൈപുണ്യമുള്ള തൊഴിലാളികൾക്കും സാങ്കേതിക വിദഗ്ധർക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമുദ്ര വ്യാപാരത്തിലും ചരക്ക് ഗതാഗത സംവിധാനങ്ങളിലും ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. സാങ്കേതിക രംഗത്തെ സഹകരണങ്ങൾ ഇന്ത്യയുടെ ഭാവി തൊഴിൽ വിപണിയെ നിർണായകമായി മാറ്റിമറിക്കുമെന്ന ആത്മവിശ്വാസവും പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. പ്രത്യേകിച്ച് ASML, ടാറ്റ ഗ്രൂപ്പ് സഹകരണ കരാർ ഇന്ത്യയെ ആഗോളതലത്തിൽ അടുത്ത തലമുറ സാങ്കേതിക കേന്ദ്രമാക്കി ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ബുദ്ധി, അർദ്ധചാലക നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അതിവേഗ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്വീഡൻ, UAE എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഇന്ത്യൻ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓരോ അന്താരാഷ്ട്ര പങ്കാളിത്തവും ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്കും യുവ പ്രൊഫഷണലുകൾക്കും ആഗോള വിപണിയിലേക്കുള്ള പ്രവേശന കവാടങ്ങളായി മാറുകയാണെന്ന് മോദി പറഞ്ഞു. അത്യാധുനിക സാങ്കേതിക വിദ്യകളിലേക്കുള്ള അറിവും പരിശീലനവും ഇന്ത്യൻ യുവാക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഭാവിയിലെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയെ മുൻനിര ശക്തിയായി ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.